വിഴിഞ്ഞം സമരം രാജ്യവിരുദ്ധം, സമരക്കാരുമായി ഇനി ചർച്ചയില്ല എന്നൊക്കെ ധാർഷ്ട്യത്തോടെ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് വേണ്ടി വക്കാലത്തുമായി മന്ത്രി അബ്ദുറഹ്മാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടി പെട്ടെന്ന് ഇത്രയും ഊർജ്ജമെന്ന് എല്ലാവർക്കും അറിയാം. പ്രിയ മന്ത്രി ആദ്യം വിഴിഞ്ഞത്ത് സമരം ആരംഭിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അങ്ങൊന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ്. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്തെല്ലാമെന്നും അതിന് എത്ര കാര്യം ആത്മാർത്ഥമായി നടപ്പിൽ വരുത്തിയെന്നും വാചകമടിക്കാതെ കൃത്യമായി രേഖകൾ സഹിതം സംസാരിക്കൂ. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തുവാനല്ല അതിരൂപത നേതൃത്വം നൽകുന്ന സമരസമിതി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് താങ്കൾക്ക് അറിവില്ലാത്തതല്ല. കൃത്യമായ പഠനം നടത്തി തുറമുഖം തീരത്തിനും തീരജനതയ്ക്കും ദോഷമാണോ എന്ന് പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കാനാണ് സമരക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആർക്കോ വേണ്ടി എഴുതിയുണ്ടാക്കിയ പഴയ പഠന റിപ്പോർട്ട് വിശ്വാസമില്ലാത്തതുകൊണ്ട് കൂടിയാണ് തുറമുഖ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം അവരനുഭവിക്കുന്ന ദുരിതങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ വിദഗ്ധ സമിതിയെ തീരശോഷണം പഠിക്കാൻ വെക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ സർക്കാർ ചെയ്തതോ ഏകപക്ഷീയമായ ഒരു സമിതിയെ വെച്ച് മത്സ്യത്തൊഴിലാളികളെ നോക്കി വീണ്ടും കൊഞ്ഞനം കുത്തുകയാണ് ചെയ്തത്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഭരണചക്രം തങ്ങൾക്ക് തോന്നും പടി തിരിക്കുന്ന ഏകാധിപത്യ ഭരണത്തിൽ ഇതുതന്നെ അടിമകളായി അവർ കരുതുന്ന ജനത്തിന് ലഭിക്കുകയുള്ളൂ. സമരം തുടങ്ങി 3 മാസം പിന്നിട്ടു. പഠനസമിതിക്ക് വേണ്ടത് 3 മാസം. അപ്പോൾ പിന്നെ മത്സ്യത്തൊഴിലാളികളെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള ഒരു പഠന സമിതിയെ നേരത്തെ വെച്ചിരുന്നെങ്കിൽ ആ പഠന റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയേനെ.